ഈ ഒരു ട്രേഡ് ഞാൻ എടുത്തത് കംപ്ലീറ്റ്ലി റെക്കോർഡ് ചെയ്തിട്ടാണ്. ബട്ട് എൻ്റെ റെക്കോർഡിങ് ആ സമയത്ത് മൈക്ക് ഓഫായിരുന്നു അൺഫോർച്ചുനേറ്റ്ലി. സോ ഇപ്പോൾ നിങ്ങൾ കാണാൻ പോകുന്നത് കംപ്ലീറ്റ്ലി വോയിസ് ഓവറാണ്. ഞാൻ എന്താണ് ചാർട്ടിൽ കാണുന്നത് എന്നാണ് എൻ്റെ തോട്ട് പ്രോസസ്സാണ്. ഓക്കെ, ഇന്നലെ ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഒരു ക്ലോസിങ്ങിലാണ് ഞാനിപ്പോൾ നിൽക്കണേ സിൽവർ ബുള്ളറ്റിൻ്റെ. സോ എക്സ്പെഷ്യലി ഞാനൊരു റിവേഴ്സലാണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത് ഇപ്പോൾ ആസ് ഓഫ് നൗ. റിവേഴ്സൽ എന്ന് പറയുമ്പോൾ ഈ ഒരു ടൈം ഫ്രെയിമിലാണ് മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത്. എനിക്ക് ഹയർ ടൈം ഫ്രെയിം ലിക്വിഡിറ്റി ബൈ സൈഡ് ഉണ്ട് അത്യാവശ്യം. സോ ഞാൻ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ലിക്വിഡിറ്റീസിനെ നോക്കുകയാണ്. ഞാനിപ്പം ജസ്റ്റ് ഒരു യെല്ലോ ഷെയ്ഡഡ് ഏരിയ, ഒരു വലിയൊരു ബ്ലൂ ഷെയ്ഡഡ് ഏരിയ ഉണ്ട്. അത് ബ്ലൂ ആണോ ഗ്രേ ആണോ, ഓക്കെ, ആ ഷെയ്ഡഡ് ഏരിയ നിങ്ങൾക്ക് കാണാം, ഒരു ബിഗ്. ഓക്കെ, ഞാനതൊരു 15 മിനിറ്റ്സിൻ്റെ ഒരു ഫെയർ വാല്യൂ ആണ്. പിന്നീട് ഞാൻ നോക്കിയപ്പോൾ അവിടെ ഒരു BPR ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ ആ BPRനെ പിന്നെ പ്രീസൈസ് ഡേനായിട്ട് നോക്കി. സോ ഐ വാസ് ലുക്കിംഗ് ഫോർ ദ കോൺസിക്വൻറ്റ് എൻക്രോച്ച്മെൻറ്റ് ഓഫ് ദാറ്റ് പ്രൈസ്. പക്ഷേ ആ ഒരു ടൈമിൽ പ്രൈസ് വാസ് സോ ഹെവി. അതായത് അത് മാത്രമല്ല, എന്നെ ഏറ്റവും വലിയ രീതിയിൽ ഹോൾഡ് ചെയ്തത് അത് ഒരു 15 മിനിറ്റ്സിൻ്റെ ഓപ്പണാണ്. കണ്ടോ, നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ അറിയാം, അതൊരു 15 മിനിറ്റ്സിൻ്റെ ഓപ്പൺ ചെയ്തിട്ട് 1 മിനിറ്റ് പോലും ആയിട്ടില്ല. സോ ഐ എം ഓക്കെ വിത്ത് ഇറ്റ്. കാര്യം ഓപ്പൺ നമ്മുടെ പവർ ഓഫ് 3 പോലെ അക്യുമുലേഷൻ, മാനിപ്പുലേഷൻ, ഡിസ്ട്രിബ്യൂഷൻ. ഐ വാസ് ലുക്കിംഗ് ഫോർ ഒരു മാനിപ്പുലേഷൻ ബിഫോർ ദ ഡിസ്ട്രിബ്യൂഷൻ. സോ ക്യാൻഡിൽ ഓപ്പൺ ചെയ്തു ആൻഡ് ആസ് യു ക്യാൻ സി പ്രൈസ് ക്ലോസ്ഡ് ബിലോ 1 മിനിറ്റ്. പക്ഷേ ഐ ഡോണ്ട് കൺസിഡർ ദാറ്റ് ആക്ച്വലി. ഇനി ഞാൻ ഇനി 1 മിനിറ്റിലാണ് എൻ്റെ ഒരു മേജർ ഡിസ്പ്ലേസ്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ മെയിനായിട്ട് കൺസിഡർ ചെയ്യുന്നത്. ബിക്കോസ് ടൈം എനിക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. ഞാനൊരു LR ലോട്ടി മാർക്ക് ചെയ്തിട്ടുണ്ട്. ബട്ട് ഐ ഡോണ്ട് വാണ്ട് സി എ ഡീപ്പ് റീട്രേസ്മെൻറ്റ്. ബിക്കോസ് അവിടെ ഒരു ML ഉണ്ട്. സോ ML ഉണ്ടായിട്ട് തന്നെ മെയിൻലി ആ ഒരു ഡീപ്പ് റീട്രേസ്മെൻറ്റിൻ്റെ ആവശ്യം എനിക്കില്ല. സോ ആ ഒരു ഏരിയയിൽ ഞാൻ നല്ല ക്യൂരിയസ് ആയിട്ട് തന്നെ നിൽക്കുമായിരുന്നു. സോ സീക്വൻസി ഞാൻ ആ ഒരു ടൈം ഫ്രെയിമിൽ നിന്ന് മാറ്റുന്നില്ല. കാര്യം മെയിൻലി എനിക്കിനി ഹയർ ടൈം ഫ്രെയിമിലേക്ക് പോയി പ്ലോട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ലോവർ ടൈം ഫ്രെയിം ലിക്വിഡിറ്റീസിനെ മെയിനായിട്ട് നോക്കുക, അവിടുത്തെ ഡിസ്പ്ലേസ്മെൻറ്റ്. ഓക്കെ, അപ്പം അതാണ് മെയിൻലി ഞാൻ നോക്കുന്നത്. എനിക്ക് ഒരു ഡീപ്പ് റീട്രേസിൻ്റെ ആവശ്യമില്ല, ഈവൻ ദോ അവിടെ ഒരു LRL ആണെങ്കിൽ പോലും. റീസൺ എന്ന് പറയുന്നത് എനിക്ക് BPR ആണ്, ബാലൻസ്ഡ് പ്രൈസ് റേഞ്ച് ആണ്. സോ ഐ എം നോട്ട് ലുക്കിംഗ് ഫോർ ആക്ച്വൽ ഡീപ്പ് റീട്രേസ്മെൻറ്റ്. പിന്നെ നിങ്ങൾക്ക് ലെഫ്റ്റ് സൈഡിലേക്ക് കുറച്ചുകൂടെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, അവിടെ ഒരു ബ്രേക്കറുണ്ട്. എത്ര പേർക്ക് അത് കാണാൻ പറ്റും എന്നുള്ളത് എനിക്കിപ്പോൾ ഇതിനകത്ത് ഡെമോൺസ്ട്രേറ്റ് ചെയ്യാൻ കഴിയില്ല. ഓൾറെഡി പ്രീ റെക്കോർഡഡ് ആണ് ഈ വീഡിയോ. അപ്പോൾ ഞാൻ വോയിസ് ഓവർ ചെയ്യുന്നതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആ BPR ഞാൻ മാർക്ക് ചെയ്തിരിക്കുന്ന ലെഗിൻ്റെ ഏറ്റവും അങ്ങറ്റത്തുള്ള ലെഗിലേക്ക് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഒരു ബ്രേക്കർ കാണാൻ പറ്റും. സോ ആ ബ്രേക്കറാണ് took the sell side liquidity and gone upside and take the buy side liquidity. സോ ആ ഒരു ലെഗ് എനിക്ക് അത്ര ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഫൈനലി I entered to the market after seeing a displacement. Because the time is perfect and the mitigation is perfect. So all I'm looking for a reversal with the displacement move. സോ നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ അറിയാം, അതായത് ആ ബെയറിഷ് വന്ന മൂവിനെ നോക്കുകയാൽ അത്യാവശ്യം നല്ല രീതിയിൽ ലോ റെസിസ്റ്റൻസ് ആണ്. ഒരു നല്ല രീതിയിലൊരു ഡിസ്പ്ലേസ്മെൻറ്റ് റണ്ണ് ഡിസ്കൗണ്ട് സോണിലേക്ക് വന്നതൊക്കെ പിന്നെ നമുക്ക് കിട്ടിയിട്ടില്ല. സോ ദിസ് ഈസ് ദ ഫസ്റ്റ് മൂവ് ആക്ച്വലി. സോ ഞാൻ ആക്ച്വലി ബൈ സൈഡിലേക്ക് എവിടേക്ക് നോക്കണം എന്നുള്ളതാണ് നോക്കുന്നത്. തൊട്ട് ലെഫ്റ്റ് സൈഡിൽ എനിക്കൊരു ബ്രേക്കറുണ്ട്. ഞാൻ USDയിലേക്ക് സ്വിച്ച് ചെയ്തിട്ട് 15 മിനിറ്റ്സിലുള്ള PDR ഞാൻ മാർക്ക് ചെയ്യണം. ബിക്കോസ് 50 മിനിറ്റ്സിലുള്ള PDR വെച്ചിട്ടാണ് ഞാൻ യൂറോയിൽ എൻട്രി കൺസിഡർ ചെയ്തത്. സോ ഐ വാസ് ലുക്കിംഗ് ഫോർ ദ സെയിം ഓൺ ഡോളർ. സോ ഞാനിപ്പോൾ ഈ ഒരു ഏരിയയിൽ എൻ്റെ 1:2 എത്രത്തോളം ഉണ്ടെന്ന് സെറ്റ് ചെയ്യാണ് ഫോർ മൈ ടാർഗറ്റ്. ഒരു ചെറിയ ട്രേഡ് ആയതുകൊണ്ട് തന്നെ ഇറ്റ് വാസ് ക്ലീൻ. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, തൊട്ട് താഴെയുള്ള ഒരു ഏരിയ ഇപ്പോൾ ഡിസ്പ്ലേസ് ചെയ്ത് പോയത് ഒരു BPR ആണ് ആക്ച്വലി. ഏറ്റവും ക്യൂരിയസ് ആയതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടെ കഴിയുമ്പോഴാണ് പ്രൈസിൽ ഞാൻ കുറേ കൂടെയൊക്കെ ടെൻസ്ഡ് ആൻഡ് ആക്ച്വലി ക്യൂരിയസ് ആയത്. കാര്യം ഓൾറെഡി BPR പ്രൈസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. എനി BPR ഐ ഡോണ്ട് വാണ്ട് സി എ ഡീപ്പ് റീട്രേസ്മെൻറ്റ് ആക്ച്വലി.
ഇറ്റ്സ് നോട്ട് ലൈക്ക് എ ബ്രേക്ക് എവേ മെഷറിംഗ് ഗ്യാപ്പ്. എനിക്ക് BPR ഓൾവേസ് സ്റ്റേ ഓപ്പൺ ആക്ച്വലി ബിക്കോസ് ഇറ്റ്സ് ബാലൻസ്ഡ് പ്രൈസ് റേഞ്ച്. സോ ഞാൻ ഈ ഒരു ഏരിയയിൽ മെയിനായിട്ട് അത് കൺസിഡർ ചെയ്തു. നിങ്ങൾക്ക് ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ അറിയാം ഞാൻ അവിടെ നെക്സ്റ്റ് പ്രൈസ് ഡെലിവറി എന്താണെന്നുള്ളത്. അവിടെ ഒരു OB ഉണ്ട്. ആ OBയിലേക്ക് പ്രൈസ് വന്നപ്പോൾ ഞാൻ ഒരു ഡീപ്പിൽ ഒരു ബൈയും കൂടെ ഞാൻ ഇനിഷ്യേറ്റ് ചെയ്തിട്ടുണ്ട്. സോ ആഫ്റ്റർ ആ ഒരു OB മിറ്റിയേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള പ്രൈസിൻ്റെ റിജക്ഷൻ വാസ് ക്ലീൻ. സോ ഐ വാസ് നോട്ട് എക്സ്പെക്റ്റിംഗ് എ ഡീപ്പ് റീട്രേസ്മെൻറ്റ് അഗെയിൻ. ബട്ട് എൻ്റെ എക്സ്പെക്റ്റേഷനെ മാറ്റിയിട്ടാണ് പ്രൈസ് നെക്സ്റ്റ് മൂവ് തന്നത്. ഞാൻ ഈ ഒരു പോയിന്റിൽ നോർമലി ഞാൻ ചിന്തിച്ച് കഴിഞ്ഞാൽ ഐ വുഡ് മൂവ് മൈ സ്റ്റോപ്പ് ലോസ് ടു ദാറ്റ് മിറ്റിഗേറ്റഡ് ഒരു OB മിറ്റിഗേറ്റ് ചെയ്തതിൻ്റെ ക്യാൻഡിലിൻ്റെ കോൺസിക്വൻ്റ് ഇറോഷൻ. പക്ഷേ അതിന് മെയിൻ റീസൺ ഞാൻ എന്തുകൊണ്ട് അങ്ങനെ ചെയ്തില്ല എന്നുള്ളത് ആ ബൈ സൈഡിലുള്ള ഒരു ചെറിയ വിക്കാണ്. കാര്യം ഫോർ മീ ദാറ്റ്സ് നെക്സ്റ്റ് റേഞ്ച് ഓഫ് ലിക്വിഡിറ്റി. വൺസ് പ്രൈസ് അതിൻ്റെ എബോ ക്ലോസ് ചെയ്തെങ്കിൽ മാത്രമേ ഞാൻ എൻ്റെ സ്റ്റോപ്പ് ലോസ് മൂവ് ചെയ്യുള്ളൂ. കാര്യം ചില സിനാരിയോയിൽ ഒരു ഡീപ്പ് റീട്രേസ്മെൻറ്റ് ഞാൻ കാണാറുണ്ട്. അതെൻ്റെ കണ്ണിൽ ഞാൻ കണ്ടിട്ടുള്ള കാര്യമാണ്. സോ ഞാൻ ഭയങ്കര പേഷ്യൻസ് ആയിട്ട് അവിടെ ആ ഒരു മാർക്കറ്റിനെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ചൊന്നും ചെയ്യുന്നില്ല ഇവിടെ. ഞാൻ ലിറ്ററലി ജസ്റ്റ് വാച്ച് ചെയ്യാണ്. പിന്നെ പ്രൈസിൻ്റെ മാക്സിമം റീട്രേസ്മെൻറ്റ് എത്രയാണ് ഇതൊക്കെയാണ്. ബിക്കോസ് ആ ലെഫ്റ്റ് സൈഡിൽ കാണുന്നത് എനിക്കൊരു LRL ആണ്. ഐ കൺസിഡർ ഇറ്റ് ആസ് LRL. 5 മിനിറ്റ്സിലേട്ടോ 50 മിനിറ്റ്സിലൊക്കെ പോയി കഴിഞ്ഞാൽ ഒരു HRL കൺസിഡറേഷനാണ്. സം സോർട്ട് ഓഫ് ഒരു ലിക്വിഡിറ്റീസ് നമുക്ക് വേണമെങ്കിൽ അവിടെ കൺസിഡർ ചെയ്യാം. സോ ഈ ഒരു സിനാരിയോയിൽ ഞാൻ കുറേ കൂടെയൊക്കെ ഞാൻ പറഞ്ഞ പോലെ കൺസേൺ ആയതെന്ന് പറയുന്നത് അതിൻ്റെ കോൺസിക്വൻ്റ് എൻക്രോച്ച്മെൻറ്റ് കണ്ടോ. സോ ഞാനവിടെ എനിക്ക് തോന്നുന്നു ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഞാൻ മാർക്ക് ഇപ്പോൾ ചെയ്യുന്നുണ്ട്. ഞാൻ ആ കോൺസിക്വൻ്റ് എൻക്രോച്ച്മെൻ്റ് ആണ് മെയിനായിട്ട് കൺസിഡർ ചെയ്യുന്നത്. എനിക്കതിൻ്റെ ഒരു ബോഡി ക്ലോസ് ആണ് മെയിനായിട്ട് വേണ്ടത്. നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ ലുക്കിംഗ് ഫോർ ദ CE എന്ന് പറഞ്ഞ് ഞാൻ മാർക്ക് ചെയ്തേക്കുന്നത് കോൺസിക്വൻ്റ് എൻക്രോച്ച്മെൻറ്റ് ഓഫ് ദി വിക്ക്. സോ ഞാൻ പ്രത്യേകിച്ച് ഒന്നുമില്ല, ഞാൻ ന്യൂട്രലാണ് ആക്ച്വലി. ഞാൻ പ്രത്യേകിച്ച് ഒന്നും ചെയ്യുന്നില്ല. എൻ്റെ സ്റ്റോപ്പ് ലോസ് എഡിറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ഒന്നും ചെയ്യുന്നില്ല. ഞാൻ ആക്ച്വലി നോക്കുന്നത് എനിക്ക് തന്നെ പ്രോബിൾ എൻട്രിയാണ്. BPR എനിക്ക് ഗിവ് മീ ദ ഡയറക്ഷൻ. സോ ഇറ്റ്സ് കൈൻഡ് ഓഫ് എ ബ്രേക്ക് എവേ ഗോപ്പ് ഓൾസോ. സോ ഞാൻ അവിടെ കംപ്ലീറ്റ്ലി ഷുവറാണ് പ്രൈസ് ഈസ് ബുള്ളിഷ് അറ്റ്ലീസ്റ്റ് ടു ദാറ്റ് OT ലെവൽ. സോ ഞാൻ എൻ്റെ മൈൻഡ് സെറ്റ് വെച്ചിട്ട് എനിക്ക് ഇനി അഗെയിൻ എങ്ങനെ എൻട്രീസ് ആഡ് ചെയ്യാമെന്നുള്ള സ്കെയിൽ ചെയ്യാമെന്നുള്ളതാണ് നോക്കുന്നത്. ഇതൊരിക്കലും ഒരു ബിഗിനർ ചിന്തിക്കത്തില്ല. കാര്യം ഞാൻ അങ്ങനെയല്ല, ഞാനും എൻ്റെ തുടക്ക സമയത്ത് ഞാൻ ചിന്തിച്ചിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അതായത് എങ്ങനെയെങ്കിലും പ്രോഫിറ്റ് വന്ന സാധനം തിരിച്ച് പ്രോഫിറ്റ് വരുമ്പോൾ എങ്ങനെയെങ്കിലും പെട്ടെന്ന് എക്സിറ്റ് ആയി പോകാനേ നോക്കുള്ളൂ. പക്ഷേ ഒരിക്കലും അങ്ങനെ ചിന്തിക്കരുത്. പ്രൈസ് ഓൾവേസ് റൺ ഫ്രം പക്ക ക്ലാസിക്കലായിട്ട് പറയുകയാണെങ്കിൽ ബേസിക്സ് എന്ന് പറയുന്നത് തന്നെ അറിയാലോ, പ്രൈസ് ആക്ഷൻ്റെ പ്രീമിയം ഡിസ്കൗണ്ടാണ്. സോ ഐ എം ഓക്കെ വിത്ത് ദ റീട്രേസ്മെൻറ്റ്. പക്ഷേ എനിക്കിവിടെ ഉള്ള കുറച്ച് ഏരിയാസ് ഉണ്ടാകുന്നുണ്ട്. ഞാനിവിടെ മാർക്ക് ചെയ്ത് ഐ എം നോട്ട് റഷ് ടു മൂവ് മൈ സ്റ്റോപ്പ് ലോസ്. അതായത് ആ ഒരു ഏരിയയിലേക്ക് വേണമെങ്കിൽ എൻ്റെ സ്റ്റോപ്പ് ലോസ് ഞാൻ ഒരു തോട്ട് പ്രോസസ്സിലൊക്കെ എൻ്റെ SL കുറച്ചുകൂടെ ഒന്ന് പ്രിസൈസ്ഡ് ആക്കുക എന്നുള്ള രീതിയിൽ മൂവ് ചെയ്യാം. പക്ഷേ അതൊരു കുറച്ചുകൂടെ അഗ്രസീവ് ട്രേഡായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അറ്റ് ദാറ്റ് മൊമെൻറ്റ് ബിക്കോസ് ഓഫ് ദാറ്റ് വിക്ക്. ഓക്കെ, ആ വിക്കാണ് മെയിൻലി ഇതിൻ്റെ എല്ലാം അവിടെ സ്റ്റോറി പ്ലേ ചെയ്യുന്നത്. പിന്നീട് ഞാൻ നോക്കുന്നത് അതിൻ്റെ കോൺസിക്വൻ്റ് എൻക്രോച്ച്മെൻറ്റിൻ്റെ എബോവ് പ്രൈസ് പോയി. നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ അറിയാം, പ്രൈസ് ക്ലോസ് ചെയ്തു. ഇനി ഇവിടെ എൻ്റെ നറേഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് കാണാം. എനിക്ക് ഓർമ്മയില്ല ഞാൻ എന്താണ് ഇവിടെ ടൈപ്പ് ചെയ്യുന്നത് എന്നുള്ളത്. ദാറ്റ് മൊമെൻറ്റ് ഞാൻ ചിന്തിക്കുന്ന കാര്യങ്ങളാണ് ഞാൻ ട്രേഡ് ചെയ്യുന്നത്. അല്ലാതെ ഞാൻ പ്രത്യേകിച്ചൊന്നും പ്രീ ഡിറ്റർമൈൻഡ് ആയിട്ട് ചെയ്യാനില്ല. നൗ ഐ ആം മൂവിങ്. ഓക്കെ, ഞാൻ സ്റ്റോപ്പ് ലോസ് ഇപ്പോൾ മൂവ് ചെയ്യാണ്. കാര്യം നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ അറിയാം, ആ ഒരു കോൺസിക്വൻ്റ് എൻക്രോച്ച്മെൻറ്റിൻ്റെ താഴെയാണ്, കണ്ടു കഴിഞ്ഞാൽ ആ കോൺസിക്വൻ്റ് എൻക്രോച്ച്മെൻറ്റിൻ്റെ ഏരിയയിലാണ് പ്രൈസ് നിൽക്കണേ. അപ്പം അവിടെ നിന്ന് ഇനി റിജക്റ്റ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. കാര്യം നല്ല റിജക്ഷനും കിട്ടുന്നുണ്ട്. സോ അങ്ങനെ റിജക്ഷൻ വരുവാണെങ്കിൽ തൊട്ട് താഴെ കാണുന്ന ആ ഒരു സ്വിങ്ങിൻ്റെ താഴെ പ്രൈസ് ക്ലോസ് ചെയ്യേണ്ട ആവശ്യമില്ല. അതൊരു ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഏരിയ ആണ്. പിന്നെ ലെഫ്റ്റ് സൈഡിൽ ഇത് എത്ര പേർക്ക് ഇത് മനസ്സിലാകുമെന്ന് അറിയത്തില്ല, നമുക്ക് ഒരു ലിക്വിഡിറ്റി ഉണ്ട്. അത് ഞാനിപ്പോൾ അവിടെ പ്രിസൈസ്ഡ് ആയിട്ട് മാർക്ക് ചെയ്യും. അത് നിങ്ങൾക്ക് അത് കാണാൻ പറ്റും. ഞാനിപ്പോൾ മാർക്ക് ചെയ്യുന്നത് വി ഗോട്ട്, നിങ്ങൾക്ക് വായിക്കാൻ പറ്റുമോ എന്നുള്ളത് അറിയത്തില്ല, അതുകൊണ്ടാണ് ഞാനിത് പ്രൊനൗൺസ് ചെയ്യുന്നത്. നമുക്കവിടെ ബോഡി ക്ലോസ് കിട്ടിയെന്നാണ് ഞാൻ അവിടെ ഡിനോട്ട് ചെയ്തേക്കുന്നത്. അവിടെ നിന്ന് പ്രൈസിന് അത്യാവശ്യം നല്ലൊരു ഡീപ്പ് ഡിസ്പ്ലേസ്മെൻറ്റ് റണ്ണൊക്കെ ഉണ്ട്. സോ ഈ ഒരു ഏരിയയിൽ ഞാൻ കുറച്ചൊന്ന് കൺസേൺ ആയി ഞാൻ എഗെയിൻ ബൈ ആണ് ചെയ്തിട്ടുള്ളത്. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം.
സ്റ്റിൽ ഞാൻ അവിടെ ബൈ ചെയ്തു. കാര്യം എൻ്റെ തോട്ട് പ്രോസസ്സ് എന്ന് പറയുന്നത് പ്രൈസ് ഓൾറെഡി ഞാൻ എടുത്ത റിസ്കിനേക്കാളും മിനിമലായിട്ടാണ് ഞാൻ റിസ്ക് ചെയ്യുന്നത്. സോ ഇഫ് ഐ വാസ് ഓക്കെ വിത്ത് ദാറ്റ് റിസ്ക് വിച്ച് ഐ ടുക്ക് ദ ബിഗിനിങ് ഓഫ് ദിസ് ട്രേഡ്. ഓക്കെ, അപ്പം ഈവൻ ഐ ആഡ് മോർ പൊസിഷൻ, ഞാൻ ആ ഒരു എമൗണ്ട് മാത്രമേ റിസ്ക് ചെയ്യുന്നുള്ളൂ ബിക്കോസ് ഐ ട്രെയിൽഡ് മൈ സ്റ്റോപ്പ് ലോസ്. തൊട്ട് താഴെ നിങ്ങൾക്ക് കണ്ടാൽ അറിയാം, ആ കാണുന്ന ലോ ഓൾറെഡി ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. ആ ലോ സ്വീപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇവിടെയാണ് ലോ സ്പ്രെഡ് അക്കൗണ്ടിൻ്റെയൊക്കെ ഇമ്പോർട്ടൻസ് വരുന്നത്. സേ ഫോർ എൻ എക്സാമ്പിൾ, ഇപ്പോൾ നിങ്ങൾ 5%ലേക്കൊക്കെ പോവുകയാണെങ്കിൽ അവിടെ ലോ സ്പ്രെഡ് 0 സ്പ്രെഡാണ്. ഞാൻ അതിലാണ് ഇത്രയും ക്ലീൻ ആയിട്ട് കണ്ടിട്ടുള്ളത്, സസ്റ്റെയിൻ ആയിട്ട് നിൽക്കുന്നത്. ഇപ്പം ഫണ്ടിങ് ബിപ്സിലും കണ്ടിട്ടുണ്ട്, പക്ഷേ അത് ഇടയ്ക്കിടയ്ക്ക് ഫ്ലക്ച്വേറ്റ് ചെയ്യാറുണ്ട്. ദെൻ ഞാൻ MT5 ട്രേഡ് പ്ലേസ് ചെയ്യുമ്പോൾ ഒബ്വിയസ്ലി ഞാൻ ഒരു 1-2 പിപ്പറ്റൊക്കെ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടേക്ക് മാറ്റിയാണ് വെക്കാറുള്ളത്. പ്രിസൈസ്ഡ് ആയിട്ട് ഞാൻ പ്രൈസ് എപ്പോഴും കീപ്പ് ചെയ്യാറില്ല, ബിക്കോസ് നമുക്ക് ഫണ്ടഡ് അക്കൗണ്ട്സിനെ ഒരിക്കലും ട്രസ്റ്റ് ചെയ്യാൻ കഴിയില്ല, എസ്പെഷ്യലി ഫോറക്സ് ട്രേഡ് ചെയ്യുമ്പോൾ. ഫ്യൂച്ചേഴ്സിൽ എനിക്ക് ആ ഒരു ഇഷ്യൂ തോന്നിയിട്ടില്ല. എനിക്ക് എവിടെയാണോ പ്രൈസ് ക്ലീൻ ആ പ്രൈസ് തന്നെ കീപ്പ് ചെയ്യാം. സോ ഇനി ഞാൻ നോക്കുന്നത് ഒബ്വിയസ്ലി നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ BPR മസ്റ്റ് ഓപ്പൺ എന്ന് പറഞ്ഞ് ഞാൻ താഴെ ഒരു BPR ഞാൻ അവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ബിക്കോസ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ BPR ആർ ബാലൻസ്ഡ് പ്രൈസ് റേഞ്ച്. സോ ഐ എം നോട്ട് ലുക്കിംഗ് ഫോർ എ ഡീപ്പ് റീട്രേസ്മെന്റ് ഓവർ ദെയർ. ഇപ്പോൾ വന്ന ആ വിക്കില്ല, ആ വിക്കാണ് എൻ്റെ മാക്സ് റീട്രേസ്മെൻറ്റ്. ഇനി അതിന് താഴേക്ക് പോകേണ്ട ആവശ്യമില്ല. അതുകൊണ്ടാണ് എൻ്റെ സ്റ്റോപ്പ് ലോസ് അറ്റ് ദാറ്റ് മൊമെൻറ്റിൽ സേഫ് ആണെന്ന് ഞാൻ അപ്പം നോക്കിയത്. പിന്നെ ഞാനവിടെ മാർക്ക് ചെയ്ത വി ഗോണ ഗ്രാബ് ദ ബൈ സൈഡ് ലിക്വിഡിറ്റി ഞാൻ മാർക്ക് ചെയ്തേക്കുന്നത്. ബിക്കോസ് ഇനി അടുത്ത മൂവ് അതാണ് നടക്കേണ്ടത്. കാര്യം ഇനിയും ഒരു ഡീപ്പ് റീട്രേസ്മെൻറ്റ് ബെയറിഷിലേക്ക് വരേണ്ട ആവശ്യമില്ല. ബിക്കോസ് വി ടുക്ക് ഓൾ ദ ലിക്വിഡിറ്റി ഫ്രം ദ സെൽ സൈഡ്. വി ഡോണ്ട് ഹാവ് എനി ലിക്വിഡിറ്റി ലെഫ്റ്റ് ഓവർ ഓൺ ദിസ് പർട്ടിക്കുലർ ഈ ഒരു ചാർട്ടിൽ. സോ ഞാൻ എൻ്റെ തോട്ട് പ്രോസസ്സ് എപ്പോഴും വെൻ ഐ ട്രേഡ് ഐ ഓൾവേസ് ലുക്ക് ഫോർ ഏത് ടൈം ഫ്രെയിമിൽ, ഇപ്പോൾ ഞാൻ 1 മിനിറ്റിലാണെങ്കിൽ ആ ടൈം ഫ്രെയിമിലുള്ള ലിക്വിഡിറ്റീസ് എങ്ങനെയാണ് ബാലൻസ് ചെയ്യുന്നതാണ് മെയിനായിട്ട് ഞാൻ കൺസിഡർ ചെയ്യുന്നത്, റാദർ ദാൻ ഹയർ ടൈം ഫ്രെയിം. ഇപ്പം മെയിൻലി പറയുകയാണെങ്കിൽ ഹയർ ടൈം ഫ്രെയിമിൽ ലിക്വിഡിറ്റീസ് ഞാൻ മാർക്ക് ചെയ്തിട്ടും, അതുകൊണ്ട് തന്നെയാണല്ലോ BPR കണ്ടതും ഇവിടെ നിന്നുള്ളൊരു റിവേഴ്സൽ ഞാൻ കൺസിഡർ ചെയ്യുന്നതും കാര്യങ്ങളൊക്കെ. സോ അത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. ബിക്കോസ് ഹയർ ടൈം ഫ്രെയിം നറേഷൻ ഇല്ലാതെ ആർക്കും ട്രേഡ് ചെയ്യാൻ കഴിയില്ല. ബട്ട് ഇറ്റ്സ് നോട്ട് അബൌട്ട് ദ ബയാസ് ആക്ച്വലി, അങ്ങനെ ചിന്തിക്കരുത്. എനിവേ, സോ ആഫ്റ്റർ സീയിങ് സം ഒരു മിറ്റിഗേഷൻ കഴിഞ്ഞതിന് ശേഷം ഒരു ബുള്ളിഷ് മൂവ് കുറേ കൂടെയൊക്കെ ക്ലീനായിട്ട് കണ്ടു തുടങ്ങി. സോ സ്റ്റിൽ ഞാൻ ബ്രേക്ക് ഈവൻ അല്ല സെറ്റ് ചെയ്തേക്കുന്നത്. എൻ്റെ ബ്രേക്ക് ഈവൻ എവിടെ ആണെന്നുള്ളത് ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. വൺസ് പ്രൈസ് ക്ലോസ് എബവ് ദാറ്റ് ബൈ സൈഡ് ലിക്വിഡിറ്റി ഐ വിൽ മൂവ് മൈ സ്റ്റോപ്പ് ലോസ് കംപ്ലീറ്റ്ലി ഓൺ ബ്രേക്ക് ഈവൻ ആക്ച്വലി. സോ അറ്റ് ദിസ് മൊമെൻറ്റ് അവിടെ എനിക്കൊരു OB ആണ്. സോ ഞാൻ ആ ഒരു ഏരിയയിൽ അവിടെ ആ ഒരു OBയുടെ മിറ്റിഗേഷൻ എങ്ങനെയാണെന്നാണ് നോക്കുന്നത്. ഞാൻ എഗെയിൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഞാൻ ML എന്ന് മാർക്ക് ചെയ്തേക്കുന്ന ഒരു ഏരിയ നിങ്ങൾക്ക് കാണാൻ കഴിയും. അത് എനിക്ക് ഒരു ഷോർട്ട് ടൈം ലോ പോലൊക്കെ വേണമെങ്കിൽ കൺസിഡർ ചെയ്യാം. അതിൻ്റെ ലോ പ്രൈസ് ബ്രേക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ഏറ്റവും ലാസ്റ്റ് ഒരു എൻട്രി പുഷ് ചെയ്തേക്കുന്ന ഒരു ക്യാൻഡിലുണ്ടോ, നിങ്ങൾക്ക് ഒരു ബ്ലൂ ഐക്കൺ മേലേക്ക് പോകുന്ന കാണാം, ഒരു ബൈ ഐക്കൺ, അതാണ് എൻ്റെ ഇൻ്റർമീഡിയറ്റ് ലോ. സോ ലോങ് ടൈം ലോ ആയിട്ട് എനിക്ക് കൺസിഡർ ചെയ്യണം. സോ അതുകൊണ്ട് തന്നെ അത് സ്വീപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല. ഓൾ ഐ എം ലുക്കിംഗ് ഫോർ ബൈ സൈഡ് ലിക്വിഡിറ്റി. എനിക്ക് വേറെ ഒന്നുമല്ല ഞാനിപ്പോൾ നോക്കുന്നത്. ഓൾ ഐ എം ലുക്കിംഗ് ഫോർ ദാറ്റ് ബൈ സൈഡ് ലിക്വിഡിറ്റി. പ്രൈസ് വാസ് ലിറ്റിൽ സ്ലോ അറ്റ് ദാറ്റ് മൊമെൻറ്റ്, ബട്ട് ഞാൻ പ്രത്യേകിച്ചൊന്നും ചെയ്തില്ല. ഞാൻ വെയിറ്റ് ചെയ്തു. ഐ വെയിറ്റ് അണ്ടിൽ ദ പ്രൈസ് ഹിറ്റ് മൈ ബ്രേക്ക് ഈവൻ പ്രൈസിലേക്ക് എത്തുന്നവരെ ഞാൻ വെയിറ്റ് ചെയ്തു. എങ്കിൽ മാത്രമാണ് എനിക്ക് അടുത്ത ഡിസിഷൻ എടുക്കാൻ കഴിയുള്ളൂ. ഞാൻ വെയിറ്റ് ചെയ്യുന്നത്, ഞാൻ മാർക്ക് ചെയ്ത ടൈം കണ്ടറിയാം, 4:15. ആ 4:15 ഉള്ളിലുള്ളൊരു ഡിസ്ട്രിബ്യൂഷനാണ് ഞാൻ വെയിറ്റ് ചെയ്യുന്നത്. സോ ഞാൻ കാര്യം 4:15 അടുത്ത 50 മിനിറ്റ്സിൻ്റെ ക്യാൻഡിൽ ഓപ്പൺ ചെയ്യും. സോ എനിക്ക് അവിടെ ഒരു ഓപ്പൺ മാനിപ്പുലേഷൻ നേരത്തെ നമ്മൾ കണ്ട പോലെ തന്നെ മാനിപ്പുലേഷൻ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. സോ ഇറ്റ് കുഡ് ബി സെൽ സൈഡ് ഒരു ബൈ സൈഡ്, എനിക്ക് പ്രിഡിക്റ്റ് ചെയ്യാൻ കഴിയില്ല. സോ ഞാൻ ആ ഒരു ടൈമിന് അത്രത്തോളം ഇമ്പോർട്ടൻസ് കൊടുക്കുകയാണ്. സോ അതിന് മുന്നേ ആ ബ്രേക്ക് ഈവൻ ആ ഒരു ബൈ സൈഡ് സ്വീപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ബ്രേക്ക് ഈവൻ സെറ്റ് ചെയ്യാൻ കഴിയും എന്നുള്ളൊരു മൈൻഡ് സെറ്റിലാണ് ഞാൻ പ്രൈസിനെ വാച്ച് ചെയ്യുന്നത്. അറ്റ് ദിസ് മൊമെൻറ്റ് ഞാൻ മാർക്കറ്റിൽ ആക്ച്വലി ചാർട്ട് പ്ലേ ചെയ്ത് വെച്ചിട്ട് ഞാൻ താഴെ ഇവിടെ പോയേക്കുമായിരുന്നു. അപ്പോൾ ഇത് റെക്കോർഡിങ് ആവുകയാണ്. അപ്പോൾ ഞാൻ പ്രത്യേകിച്ച് ഇതിനകത്തൊന്നും ഇനിയിപ്പം ചെയ്യുന്നില്ല. അത് പിന്നീട് തിരിച്ച് നോക്കുമ്പോഴാണ് ട്രേഡ് ബ്രേക്ക് ഈവൻ്റെ ആ ഏരിയയിൽ നിൽക്കുന്നതും കാര്യങ്ങളൊക്കെ. സ്റ്റിൽ നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ അറിയാം, ഞാൻ അവിടെ കൺസിഡർ ചെയ്യുന്നത് ആ ബൈ സൈഡ് ലിക്വിഡിറ്റി തന്നെയാണ്. വേറെ എൻട്രീസ് ആഡ് ചെയ്യാനോ ഒന്നും ഞാൻ പ്രത്യേകിച്ച് നോക്കുന്നില്ല. എനിക്ക് വേറൊരു ഓപ്പർച്യൂണിറ്റി നിങ്ങളുടെ സ്കെയിലപ്പിനുണ്ടായിരുന്നു, പക്ഷെ ഞാൻ അത് ചെയ്തില്ല. ബിക്കോസ് ഐ വാസ് നോട്ട് ഓക്കെ വിത്ത് ദാറ്റ്. പിന്നെ അത് മാത്രമല്ല, ഈ ട്രേഡ് എടുത്തേക്കുന്നതെന്ന് പറയുന്നത് ഒരു USD ഹോളിഡേയിങ്ങാണ്. സോ അതുകൊണ്ട് തന്നെ
ഞാൻ ക്ലിയർലി ഈ ട്രേഡ് പേപ്പർ ട്രേഡാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. ഞാൻ USD ഹോളിഡേയ്സിൽ ഞാൻ ട്രേഡ് ചെയ്യാറില്ല. ഞാൻ പിന്നെ എന്തുകൊണ്ട് ഇത് നറേറ്റ് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ഇത്രയും ഒരു പ്രൈസിൻ്റെ പ്രിസൈസ്ഡ് ആയിട്ടുള്ള ഡെലിവറി എനിക്ക് ക്ലീനായി. എല്ലാ ദിവസവും ഞങ്ങളിങ്ങനെ ഇരുന്നാണ് ട്രേഡ് ചെയ്യുന്നത്. പക്ഷേ ഇത് ഒന്നാമത്തെ കാര്യം ഞാൻ വോയിസ് ഓവർ ചെയ്യുന്നത് തന്നെ എൻ്റെ ആപ്ലിക്കേഷനിൽ അപ്ലോഡ് ചെയ്യാനാണ്. ചിലപ്പോൾ ഞാൻ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യും. അപ്പം അതുകൊണ്ടാണ് ഞാനിങ്ങനെ എല്ലാ കാര്യങ്ങളും 100% പറഞ്ഞിടാത്തത്. എനിക്കിതിനകത്തിനും കുറേ കാര്യങ്ങൾ നോട്ട് ചെയ്യേണ്ടതായിട്ട്, പക്ഷേ ചിലപ്പോൾ ഞാനിത് പബ്ലിക്കായിട്ട് യൂട്യൂബിൽ പോസ്റ്റ് ചെയ്യുന്നതുകൊണ്ടാണ് പല കാര്യങ്ങളും നമ്മുടെ സെറ്റപ്പിന് ഇത് കാണുന്നവർക്കറിയാം, മെൻറ്റർഷിപ്പിലുള്ള ആൾക്കാർക്ക് ഇത് കാണുമ്പോൾ അവർ ഓക്കെ. 15 മിനിറ്റ്സിൻ്റെ ക്യാൻഡിൽ ഓപ്പൺ ആയിട്ടുണ്ട്. ഇനി എനിക്ക് കാണേണ്ടതെന്ന് പറയുന്നത് നല്ലൊരു ഡിസ്ട്രിബ്യൂഷനാണ്. ഓപ്പൺ മാനിപ്പുലേഷൻ ഡിസ്ട്രിബ്യൂഷനും ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇപ്പോഴും ബ്രേക്ക് ചെയ്യാൻ പോകാത്തത്. സോ ഒരു ട്രേഡ് എടുത്തിട്ട് ജസ്റ്റ് ചുമ്മാ അത് റൺ ചെയ്ത് തുടങ്ങുമ്പോഴേ ബ്രേക്ക് ഈവൻ സെറ്റ് ചെയ്തിട്ട് ബ്രേക്ക് ഈവൻ അടിച്ച് പോകുന്നതിനേക്കാൾ എത്രയോ ബെറ്ററാണ് പ്രൈസിനെ മനസ്സിലാക്കി ട്രേഡ് ചെയ്യാനുള്ളത്. ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ എൻ്റെ ബ്രേക്ക് ഈവൻ പ്രൈസിലേക്ക് പ്രൈസ് വന്ന് മിറ്റിഗേറ്റ് ചെയ്തിട്ടുണ്ട്. സോ ഇപ്പം ഞാൻ നോക്കുന്നത് അതിൻ്റെ ക്ലോസ് ഉണ്ടോ എന്നുള്ളൊരു തോട്ട് പ്രോസസ്സിലാണ് ഞാൻ നിൽക്കണത്. സോ ഞാൻ ഈ ഒരു ഏരിയയിൽ ക്യാൻഡിൽ ക്ലോസ് ആവാൻ ഇനി 15 സെക്കൻഡ്സ് ഉള്ള സമയത്ത് ഞാൻ ഓരോ ക്യാൻഡിലിൻ്റെ ഇതിനി ഞാൻ ഓരോ രീതിയിലാണ് കൺസിഡർ ചെയ്യുന്നത്. ക്വാർട്ടർ ലെവലായിട്ട് കൺസിഡർ ചെയ്യും. അതൊക്കെ അങ്ങനെയാണ്. ഇപ്പം ഇനി 15 മിനിറ്റ്സ് ഉള്ള സമയത്ത് ഞാൻ എൻ്റെ സ്റ്റോപ്പ് ലോസ് മൂവ് ചെയ്ത് ബ്രേക്ക് ഈവനിലേക്ക് കംപ്ലീറ്റ്ലി ഞാൻ വെച്ചിട്ടുണ്ട്. ഇനിയും അവിടെ കുറച്ച് പാർഷ്യൽസ് ബുക്ക് ചെയ്തിട്ട് ഐ എം ഓൾവേസ് ലുക്കിംഗ് ഫോർ ദ ബൈ സൈഡ് ലിക്വിഡിറ്റി. കാര്യം എനിക്ക് ഓപ്പൺ ക്ലീൻ ആയിരുന്നു. അത്ര വലിയ ഡീപ്പ് റീട്രേസ്മെൻ്റ് ഒന്നും ബെയറിഷിലേക്ക് വന്നിട്ടില്ല. ആ സൈഡ് പ്രൈസ് വരേണ്ട ആവശ്യമില്ല. കാര്യം ആവശ്യമില്ല എന്ന് പറയുമ്പോൾ തന്നെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണ് ആക്ച്വലി അവിടെ ഡാമേജ് തന്നിട്ടുള്ളത് എന്നുള്ളതാണ്. പ്രൈസിൻ്റെ ഡാമേജ് വാസ് ക്ലീൻ. അവിടെ ഒരു BPR ആണ് എന്നെ ഏറ്റവും കൂടുതൽ ട്രേഡ് എടുക്കാനായിട്ട് ഹോൾഡ് ചെയ്തത്. ഓക്കെ, so even though it's a paper trade, we do the same thing every day, each and every day when I trade. So അതുകൊണ്ടാണ് ഞാനിത് നറേറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചത്. അറ്റ് ദിസ് മൊമെൻറ്റ് ഞാൻ ട്രേഡ് നറേറ്റ് ചെയ്തതാണ്. പക്ഷേ എനിക്കത് അൺഫോർച്ചുനേറ്റ്ലി റെക്കോർഡിങ് വർക്കായി, മൈക്ക് ഓഫായിരുന്നു. സോ അത് വർക്കായില്ല. അതുകൊണ്ടാണ് ഇങ്ങനെയൊരു വോയിസ് ഓവർ ചെയ്യുന്നത്. സോ എനിക്ക് നല്ല ഡീസൻറ്റ് ബുള്ളിഷ് റണ്ണ് കാണാം. സോ ഈ ഒരു ഏരിയയിൽ പ്രത്യേകിച്ച് ഞാനൊന്നും ചെയ്യുന്നില്ല. ഞാൻ ജസ്റ്റ് മാർക്കറ്റിനെ വാച്ച് ചെയ്യാണ്, വേറെ ഒന്നും ഞാൻ ചെയ്യുന്നില്ല. ഞാൻ പറഞ്ഞ അടുത്തൊരു സ്കെയിലപ്പ് ഓപ്പർച്യൂണിറ്റി ഇവിടെയാണ് വരുന്നത്. എനിക്ക് വേണമെങ്കിൽ ഇതിനകത്തേക്ക് സ്കെയിൽ ചെയ്യാമായിരുന്നു, പൊസിഷൻസ് ആഡ് ചെയ്യാമായിരുന്നു. ഞാൻ അവിടെ സെൽ ഓഫ് ചെയ്ത ഒരു 25K എനിക്ക് വേണേൽ അവിടെ 25K ആഡ് ചെയ്യാമായിരുന്നു. പക്ഷേ ഞാനത് ആഡ് ചെയ്തില്ല. കാര്യം ഞാൻ നിയർ ബൈ സൈഡാണ്. പിന്നെ ഒബ്വിയസ്ലി ഐ എം നോട്ട് ദാറ്റ് ഫാൻ. അങ്ങനത്തെ ഒരു രീതിയിലേക്ക് റണ്ണിങ് പ്രൈസിന് ചേസ് ചെയ്യുന്ന ലെവലിൽ ഞാനല്ല. ഞാൻ ഡീപ്പ് റീട്രേസ്മെൻറ്റിൽ മാത്രം, അതായത് നിങ്ങൾക്ക് എൻ്റെ ആദ്യത്തെ ബൈ പൊസിഷൻ കണ്ടു കഴിഞ്ഞാൽ അറിയാം, ആ ഒരു ഏരിയാസിലാണ് ഞാൻ മോസ്റ്റ്ലി ട്രേഡ് പ്ലേസ് ചെയ്തിട്ടുള്ളത്. സോ ഇവിടെ ഇപ്പം ഞാൻ ട്രേഡ് പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ റിസ്കിനെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ അത് ബാധിക്കും. മീൻസ് കുറച്ചുകൂടെയൊക്കെ ഒരു പൊസിഷനെ കുറേ കൂടെയൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്യേണ്ടി വരും. ബ്രേക്ക് ഈവൻ സെറ്റ് ചെയ്യാൻ കുറേ കൂടെയൊക്കെ പാടാണ്. സോ അതുകൊണ്ടൊക്കെയാണ് ഞാൻ ആ ഒരു ഡീപ്പ് റീട്രേസ്മെൻറ്റിൽ ഞാൻ ബൈ ചെയ്യാഞ്ഞത്. കണ്ടു കഴിഞ്ഞാൽ അറിയാം എന്താണ് ഞാൻ പറയുന്നതെന്നുള്ളത്. തൊട്ട് താഴെ എനിക്കൊരു PDRA ഉണ്ട്. 15 മിനിറ്റ്സ് ഓപ്പൺ ചെയ്യുന്നതിന് തൊട്ട് മുന്നേ ക്രിയേറ്റ് ചെയ്തൊരു PDRA ആണത്. ഞാൻ അതിനെയാണ് ആക്ച്വലി വാച്ച് ചെയ്യുന്നത്. വെരി നെക്സ്റ്റ് മൂവ് നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാൻ പറ്റും. പ്രൈസ് ഇപ്പം ഡിസ്പ്ലേസ് ചെയ്ത് തൊട്ട് താഴെയുള്ള OBയിൽ മിറ്റിഗേഷൻ തരും. എൻ്റെ ഇന്നർ തോട്ട് പ്രോസസ്സിൽ എനിക്ക് ആ എൻട്രി എടുത്താൽ കൊള്ളാമെന്നുണ്ടായിരുന്നു. ബട്ട് സ്റ്റിൽ ഞാൻ എടുത്തിട്ടില്ല ആ ട്രേഡ്. ഒന്നാമത്തെ കാര്യം, ഈ ട്രേഡ് എടുക്കാത്തതിൻ്റെ റീസൺ ഒന്നാമത്തെ കാര്യം ബാങ്ക് ഹോളിഡേ ആണ്. USD ബാങ്ക് ഹോളിഡേയ്സിൽ ഇപ്പോൾ യൂറോയിലുള്ള ബാങ്ക് ഹോളിഡേ ആണെങ്കിലും ഞാൻ വലിയ രീതിയിൽ കൺസിഡർ, പക്ഷേ USD ബാങ്ക് ഹോളിഡേയിൽ പ്രൈസിന് മാനിപ്പുലേഷൻസ് ഞാൻ കൂടുതൽ കണ്ടിട്ടുണ്ട്. സോ ഐ ഡോണ്ട് യൂഷ്വലി ട്രേഡ് ഓൺ USD ഹോളിഡേയ്സ്, ബാങ്ക് ഹോളിഡേയ്സ്. സോ ഞാൻ വെയിറ്റ് ചെയ്യാണ്. ആക്ച്വലി ഈ ഒരു സമയത്താണെന്ന് തോന്നുന്നു, എനിക്ക് തോന്നുന്നു ഒരു ഡിസ്പ്ലേസ്മെൻറ്റ് ബെയറിഷ് ഉണ്ട് ഏതോ ഈ ഒരു ടൈമിൽ. സോ അത് വാച്ച് ചെയ്യാം. ഓക്കെ,
ഓക്കെ, പ്രൈസ് ഡിസ്പ്ലേസ് ചെയ്തു. ഈ താഴെ കാണുന്നത് എനിക്ക് ഇവിടുന്ന് റിജക്ഷൻ കാണാം. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, എനിക്ക് ഏത് പ്രൈസിൻ്റെ ബെയറിഷ് റണ്ണും എനിക്ക് റീട്രേസ്മെൻറ്റ് മാത്രമാണ്, ഓർ റീബാലൻസിങ് ദ PDRIs അല്ലെങ്കിൽ റീബാലൻസിങ് ദ പ്രൈസ് വിച്ച് ഹാസ് ലിക്വിഡിറ്റി എന്നുള്ള സംഭവമാണ്. ബിക്കോസ് അതൊന്നും ലെഫ്റ്റ് ഓവർ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പം അതുകൊണ്ട് തന്നെ ഞാനിപ്പം നോക്കുന്നതെന്ന് പറയുന്നത് എവിടെയാണ് അടുത്ത റേഞ്ച് ഓഫ് ലിക്വിഡിറ്റി. അതായത് മാർക്ക് ചെയ്തേക്കുന്ന ഒരു ഡൗൺ ക്ലോസ് ക്യാൻഡലിനെയാണ് ഞാൻ OB ആയിട്ട് കൺസിഡർ ചെയ്തേക്കുന്നത്. ആ OB ഞാനിപ്പോൾ മാർക്ക് ചെയ്യും, പ്രിസൈസ്ഡ് ആക്കും കുറേ കൂടെ. എന്നിട്ട് അതിൻ്റെ കോൺസിക്വൻ്റ് എൻക്രോച്ച്മെൻറ്റിൽ ബോഡി ക്ലോസും അതേപോലെ തന്നെ അതിൻ്റെ ക്ലോസ് മിറ്റിഗേഷനും ഞാൻ കൺസിഡർ ചെയ്യും. ഫോർ മീ ഇത് ഇവിടുന്ന് പ്രൈസിൻ്റെ റിജക്ഷൻ കണ്ടപ്പോൾ തന്നെ ഞാൻ കൺഫേം ചെയ്തു പ്രൈസ് ഈസ് ബൈ സൈഡ്. ആ ഒരു ഡീപ്പ് റീട്രേസ്മെൻറ്റിൻ്റെ ആവശ്യം അത്രയേ ഉള്ളൂ എന്നുള്ളൊരിത്. സോ നോട്ട് എക്സ്പെക്റ്റിംഗ് എ ഡീപ്പ് റീട്രേസ്മെൻറ്റ് റാദർ ദാൻ ദാറ്റ്. പിന്നെ വെരി നെക്സ്റ്റ് ക്യാൻഡിൽ ഓപ്പൺ ചെയ്ത് ഓപ്പൺ വാസ് ബുള്ളിഷ്. ഈ ഒരു ഏരിയയിലാണ് ഞാൻ പറഞ്ഞത് എനിക്ക് അടുത്ത ട്രേഡ് എടുക്കാനുള്ളൊരു ടെൻഡൻസി, അതായത് സീയിങ് വാട്ട് ഐ വാണ്ട് റിയലി സീ എന്നുള്ളൊരു സംഭവം. പക്ഷേ ഞാൻ എഗെയിൻ പറയുന്നത് ഞാൻ ട്രേഡ് എടുത്തില്ല. ഒന്നാമത്തെ കാര്യം ബൈ ഹോളിഡേ. പിന്നെ ഞാൻ മെയിനായിട്ട് നോക്കുന്നത് പ്രൈസിൻ്റെ ഒരു ഡീപ്പ് റീട്രേസ്മെൻറ്റ് എഗെയിൻ വരുന്നു. സോ ഞാൻ ആ വിക്കിനെ കൺസിഡർ ചെയ്ത് ആക്ച്വലി. പിന്നീട് ഞാൻ വെയിറ്റ് ചെയ്യണം ആക്ച്വലി, വേറെ ഒന്നുമില്ല. സോ ഞാൻ വെയിറ്റ് ചെയ്യാണ്. ആഫ്റ്റർ മിറ്റിഗേറ്റിംഗ് ഞാൻ പറഞ്ഞില്ല, ആ ഒരു ഏരിയ സെൽ സൈഡ് ലിക്വിഡിറ്റി ആയിട്ട് കൺസിഡർ ചെയ്തേക്കുന്ന ഒരു ഏരിയ ഓൾറെഡി എല്ലാം ബാലൻസ്ഡ് ആണ്. ലോ റെസിസ്റ്റൻസ് ലിക്വിഡേറ്റഡ് ആയതുകൊണ്ട് മാത്രമാണ് ഈ ട്രേഡ് ഇത്രയും ടൈം എടുക്കുന്നത്, എസ്പെഷ്യലി ഒരു ഹോളിഡേ കൂടായതുകൊണ്ട്. സോ ഓൾ ഐം ലുക്കിംഗ് ഫോർ ദ ബൈ സൈഡ്, നത്തിങ് എൽസ്. ഇഫ് ഐ എം റോങ്, ദ മോസ്റ്റ് ഇവിടെ ഏറ്റവും വേസ്റ്റ് സിനാരിയോ എന്ന് പറയുന്നത് സ്റ്റോപ്പ് ലോസ് അടിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഐ എം കംപ്ലീറ്റ്ലി ഫൈൻ വിത്ത് ദാറ്റ് റിസ്ക്. കാര്യം ദർ ഈസ് നോ റിസ്ക് ആക്ച്വലി. ബട്ട് ഇവിടെ നിങ്ങൾ ചിന്തിച്ച് കഴിഞ്ഞാൽ ഇഫ് ഐ ആഡ് ദ പൊസിഷൻ ഓൺ ദാറ്റ് ഓർഡർ ബ്ലോക്ക് വിച്ച് മിറ്റിഗേറ്റഡ് റൈറ്റ് നൗ, ചിലപ്പം അത് തിരിച്ച് സ്റ്റോപ്പ് ലോസ് അടിക്കുകയാണെങ്കിൽ ആ ട്രേഡ് ഞാൻ എഗെയിൻ റിസ്ക് ചെയ്യുന്ന പോലെ ആവും. സോ അവിടെ ഒരു ലോജിക്കൽ തിങ്കിങ് ആണ് ട്രേഡറിന് ഏറ്റവും മെയിനായിട്ട് വേണ്ടത്. ഞാൻ എപ്പോഴും പറയുന്ന പോലെ മെൻറ്റർഷിപ്പിൻ്റെ ഗ്രൂപ്പിലായാലും ഞാൻ പറയുന്നത്, ഇപ്പം നമ്മൾ ട്രേഡ് എടുക്കുമ്പോഴായാലും ഈവൻ സെറ്റപ്പ് ഫോം ചെയ്താലും ചില സമയത്ത് നമ്മൾ ട്രേഡ് എടുക്കാറില്ല. അതിൻ്റെ റീസൺ എന്ന് പറയുന്നത് ലോജിക്കൽ തിങ്കിങ് ആണ്. ബിക്കോസ് ഇപ്പം ലോജിക്കൽ തിങ്കിങ് ഇല്ലാതെ നിങ്ങൾ ട്രേഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ബോട്ട് ട്രേഡ് ചെയ്യുന്ന പോലെ തന്നെ ഉള്ളൂ. ലൈക്ക് ഒരു ബോട്ടിന് നമ്മൾ നമ്മുടെ സെറ്റപ്പ് കോഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ വെന്നെവർ ദ സെറ്റപ്പ് ഫോം ആ ബോട്ട് തന്നെ ട്രേഡ് എടുത്തോളും. പക്ഷേ ഹ്യൂമൻ്റെ ഒരു ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് ആണ് മനസ്സിലാക്കുക, സിറ്റുവേഷൻ അനുസരിച്ച് പെരുമാറുക എന്നുള്ളൊരു സംഭവം. അപ്പം അതൊരു ഏറ്റവും വലിയൊരു ഫാക്റ്റ് ആയതുകൊണ്ട് മാത്രമാണ് ഞാൻ ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. ഒരു ലോജിക്കൽ തിങ്കിങ് എന്ന് പറയുന്നൊരു സാധനം ചില സിനാരിയോയിൽ ഈവൻ ദോ ഞാൻ എടുക്കുക അങ്ങനെ സെറ്റ് ഫോം ചെയ്താലും ഞാൻ ട്രേഡ് എടുക്കാത്ത സിനാരിയോസ് ഉണ്ട്, വിച്ച് ഈസ് വെരി കോമൺ ഇൻ ദിസ് ഫീൽഡ്. അതായത് കോമൺ എന്ന് പറയുമ്പോൾ തന്നെ വെൻ യു ടോക്ക് ടു റിയൽ കുറച്ച് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ട്രേഡേഴ്സ് ഉണ്ട് ചോദിച്ചു കഴിഞ്ഞാൽ അറിയാം. സോ ഇറ്റ്സ് ഓൾവേസ് അതായത് ഒരു ക്വാളിറ്റി ഓവർ ക്വാണ്ടിറ്റി എന്നുള്ളൊരു സംഭവമാണ്. ഓക്കെ, ഇനിയിപ്പോൾ എനിക്ക് പ്രത്യേകിച്ചൊന്നും കാണേണ്ടതായിട്ടില്ല. ഓൾവേസ് പ്രൈസ് ബൈ സൈഡിലേക്കെന്നുള്ളതാണ്. സോ ഐ നീഡ് ടു സീ സം ഡിസ്പ്ലേസ്മെൻറ്റ് മൂവ്. ഐ വാസ് ലുക്കിംഗ് ഫോർ ദ ബൈ സൈഡ് ലിക്വിഡിറ്റി. ഓൾമോസ്റ്റ് പ്രൈസ് വീഡിയോ എൻ്റെ അവറായി. എനിവേ ദിസ് വാസ് മൈ എൻറ്റയർ പ്രൈസ് തോട്ട് പ്രോസസ്. ദിസ് ഈസ് ഹൗ ഐ ട്രേഡ് എവരി സിംഗിൾ ഡേ. സംടൈംസ് നമുക്ക് ഇവിടെ കാണാം മേജർ ലിക്വിഡിറ്റി പോയിൻ്റാണ്. സോ സംടൈംസ് ഈ ഒരു ഏരിയാസിലൊക്കെ പാർഷ്യൽസ് കളക്ട് ചെയ്യുന്നത് കുറച്ചുകൂടെ ഏർലി ആവാം. ചില സമയത്ത് ബ്രേക്കിംഗ് സെറ്റ് ചെയ്യുന്നത് കുറച്ച് ഏർലി ആവാം. സംടൈംസ് നമ്മുടെ തോട്ട് പ്രോസസ്സ് അനുസരിച്ച് മാർക്കറ്റ് റൺ ചെയ്യാത്ത അവസ്ഥയിൽ SL അടിക്കുന്ന അവസ്ഥ ഉണ്ടാവും. അവിടെ എങ്ങനെയാണ് റിസ്ക് മാനേജ് ചെയ്യുന്നത്, ഇതെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ് ഒരു സെറ്റപ്പിൽ. അല്ലാതെ ഒരു സ്ട്രാറ്റജിയോ പാറ്റേണോ അല്ല. ഐ എം നോട്ട് ഫോളോയിങ് എനി പാറ്റേൺ റൈറ്റ് നൗ. നിങ്ങൾ കണ്ട് ഞാൻ ക്ലിയർ പ്രൈസ് ആക്ഷൻ ബേസ്ഡ് ആണ് ഞാനിപ്പോൾ ട്രേഡ് ചെയ്തേക്കുന്നത്. പിന്നെ എൻ്റെ സെറ്റപ്പ് ഇതിനകത്തേയും ക്ലീനായിട്ട് പ്ലേ ചെയ്തിട്ടുണ്ട്. എനിക്ക് മാർക്കറ്റിലുള്ള കുറച്ച് ഏരിയാസ് ഉണ്ട്, ബാലൻസ്ഡ് ആൻഡ് ഇംബാലൻസ്ഡ് ഏരിയാസ്. അതിൻ്റെ റീപ്രൈസും അതേപോലെ തന്നെ റിജക്റ്റിംഗ് ഫ്രം ദ ബാലൻസ്ഡ് ഏരിയ, ഈ സംഭവങ്ങളാണ് എന്നെ ട്രേഡ് ചെയ്യിപ്പിക്കുന്നത് ഓരോ ദിവസവും മുമ്പോട്ട്. സോ ദാറ്റ്സ് ഓൾ ഇറ്റ്. ദിസ് ഈസ് ദ ട്രേഡ് വിച്ച് ഐ ടുക്ക് ഓൺ holiday, and I didn't took this trade on my MetaFi or funded account or any real account. It is a paper trade. This trade
ഓൺലി ഫോർ സ്റ്റഡി പർപ്പസ് പ്രത്യേകിച്ചൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല എൻ്റെ ഉള്ളിൽ. ഞാൻ ജസ്റ്റ് പ്രൈസിനെ നറേറ്റ് ചെയ്ത് മാത്രമേ ഉള്ളൂ. ഇതിനകത്ത് ഇനിയും കുറേ കാര്യങ്ങൾ ഞാൻ പറയാനുണ്ട് ആസ് ഐ സെഡ്, പക്ഷെ ഞാനൊന്നും പറഞ്ഞിട്ടില്ല. മേ ബി ഐ വിൽ പോസ്റ്റ് ദിസ് വീഡിയോ ഓൺ യൂട്യൂബ്, ദാറ്റ്സ് വൈ, ബിക്കോസ് ഐ നീഡ് ടു സോ എനിവേ, താങ്ക് യു ഫോർ വാച്ചിങ്. ഓൾവേസ് ബി ഹംബിൾ. ഗോഡ് ബ്ലെസ് യു ഗൈസ്. താങ്ക് യു.